കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. എസ്ഐക്കെതിരെ കേസെടുത്തെന്ന് കമ്മീഷണർ ഉമാ ബെഹ്റ അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ എസ്ഐയെ അറസ്റ്റ് ചെയ്യുമെന്നും കമ്മീഷണർ പ്രതികരിച്ചു. Concerned officer is placed under suspension with immediate effect. ഇതിനെ പരാതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലെ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ഓൾറെഡി സ്റ്റേഷനിലെ CCTV ക്യാമറ ഉണ്ട്. അതിൽ ഫുട്ടേജ് എടുക്കാം. എന്തിവിടെ സംഭവിച്ചു അത് കറക്റ്റായിട്ട് അന്വേഷണം ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. Can you pronounce at present the suspension procedure? Yes, I am announcing that the officer is placed under suspension with immediate effect. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, മാധ്യമങ്ങളെ വിലക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ജഡ്ജി വ്യക്തമാക്കിയതോടെ രണ്ടാമതൊരു വിശദീകരണം നൽകാൻ എസ്ഐ തയ്യാറായിട്ടുണ്ടോ? രണ്ട് തവണയാണ് ഇന്ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നത്. ആ ഘട്ടത്തിൽ രാവിലെ 10:30 ഐസ്ക്രീം പാർക്കിന്റെ 2 ഹർജികൾ പരിഗണിക്കുന്ന കോഴിക്കോട് ജില്ലാ കോടതിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ അതിക്രമം നടക്കുകയായിരുന്നു. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ അകാരണമായി SI വിമോദന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വലിച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. എന്നാൽ ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് കസ്റ്റഡിയിലെടുത്തതെന്നായിരുന്നു ആദ്യം പോലീസിന്റെ വിശദീകരണം. എന്നാൽ അത്തരത്തിലൊരു നിർദ്ദേശവും ജില്ലാ ജഡ്ജി നൽകിയിരുന്നില്ല എന്നതാണ് സത്യം. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനാൽ കോടതിക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ജില്ലാ ജഡ്ജി പരമേശ്വർ സുബ്രഹ്മണ്യ മുസ്ലിം ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങളെ കോടതിയിൽ നിന്ന് നീക്കണം അല്ലെങ്കിൽ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഇക്കാര്യത്തിൽ വ്യക്തമാക്കി. ഇതോടെ മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഇതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഇതേ SIയുടെ നേതൃത്വത്തിൽ രാവിലെ അതിക്രമം നടത്തിയിരുന്ന SIയുടെ നേതൃത്വത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് അകാരണമായി കസ്റ്റഡിയിലെടുത്ത് പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും മാധ്യമപ്രവർത്തകർ ടൗൺ പോലീസ് സ്റ്റേഷനകത്ത് മുന്നിൽ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. ഇതിന്റെ തുടർച്ചയെന്ന രീതിയിൽ വൈകുന്നേരത്തോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാധ്യമപ്രവർത്തകർ 2 പരാതികളാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന് നേരിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കും. ആവശ്യമാണെങ്കിൽ അന്വേഷണം നടത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാനും തയ്യാറാണെന്ന് ഉമാ ബെഹ്റ അറിയിച്ചിട്ടുണ്ട്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് DGP ലോക്നാഥ് ബെഹ്റ മാധ്യമപ്രവർത്തകരെ സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ന്യായീകരണമില്ലെന്നും DGP പ്രതികരിച്ചു. സംഭവത്തെ സർക്കാർ അത്യന്തം ഗൌരവകരമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംഭവം ദൌർഭാഗ്യകരമെന്ന് ഉന്നതതല അന്വേഷണം നടത്തി ഉടൻ നടപടിയെടുക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണോ? സസ്പെൻഷൻ ഒരു പ്രൈമ ഫേസി ഒരു പ്രൊസീജിയറാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ വിക്ടിം ഓർ വിക്ടിമിൻ്റെ കൂടുതലുള്ള ഒരാൾ ഒരു പരാതി തരണം, ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല. അപ്പം ഇത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. പോലീസ് മാധ്യമപ്രവർത്തകരുടെ വഴി തടയാൻ എന്തിനു നിന്നു എന്നത് അത്യന്തം ഗൗരവമായി തന്നെ സർക്കാർ വീക്ഷിക്കുകയാണ്. ഇത് കോടതിയിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ആ കാര്യത്തിൽ ഒരു തടസ്സവും പോലീസ് സൃഷ്ടിക്കേണ്ടതായിട്ടില്ല. അവിടെ ഒരു SIയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള നടപടിയെ സംബന്ധിച്ച് ഉന്നതതലത്തിൽ അന്വേഷണം നടത്തി മാതൃകാപരമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. SIയെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള നടപടികളൊക്കെ അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിച്ചു നീട്ടി എങ്ങനെയൊന്നും കൊണ്ടുപോകരുത്. ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും കേരളത്തിൽ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാനും അനാവശ്യമായി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ന്യായമായി സംശയിക്കേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് കോടതിയിലുണ്ടായ സംഭവം സ്വതന്ത്ര മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി നിസ്സംഗത വെടിയണമെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. വാർത്തകൾ നിർഭയം റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള
ഒരു വെല്ലുവിളിയാണിത്. ഇത്രയും ദിവസം പോലീസ് നിഷ്ക്രിയമായിരുന്നു. ഇപ്പോൾ പോലീസ് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണം ദുരൂഹമാണ്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇന്നിപ്പോൾ ഇവിടെ പോലീസാണ് ഇന്ന് രംഗത്ത് വന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് തീരുമാനം കോടതിയുടെയാണ്. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിൽ പോലീസ് ഇതിൽ ഇടപെടേണ്ടി വന്നു എന്നുള്ളത് തന്നെ വ്യക്തമാക്കണം. മുഖ്യമന്ത്രി കാഴ്ചക്കാരനായിട്ട് നിൽക്കുക. കാഴ്ചക്കാരനായിട്ട് നിന്നാൽ പോരാ, ഈ പ്രശ്നം തീർക്കാൻ നേതൃത്വം കൊടുക്കണം. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് KTF ജനറൽ സെക്രട്ടറി ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിന് സാഹചര്യം സൃഷ്ടിക്കണം. തുറന്ന കോടതികളുടെ തീരുമാനങ്ങളും വ്യവഹാരങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അവകാശങ്ങളും മാധ്യമങ്ങൾക്കുണ്ടായിരിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. വളരെ പ്രതിഷേധജനകമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിനുള്ള സാഹചര്യവും അവസരവും ഉണ്ടായിരിക്കണം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് തുറന്ന കോടതികളാണ്. തുറന്ന കോടതികളുടെ വ്യവഹാരങ്ങളും തീരുമാനങ്ങളും നടപടികളും റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. അതിനു മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു വിലക്ക് അല്ലെങ്കിൽ നിഷേധം ഉണ്ടാകുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല, പ്രതിഷേധജനകമാണ്. ഇത് ബന്ധപ്പെട്ടവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KTF പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറെ ടെലിഫോൺ മുഖേന അറിയിക്കുകയായിരുന്നു. കോഴിക്കോട് കോടതിവളപ്പിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ജില്ലാ ജഡ്ജിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞത്. മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ജില്ലാ ജഡ്ജി രജിസ്ട്രാറെ അറിയിച്ചു. OB വാൻ കോടതി വളപ്പിനുള്ളിൽ കയറ്റരുതെന്ന് മാത്രമേ നിർദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം താൻ നൽകിയിരുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർദ്ദേശമെന്നും ഹൈക്കോടതി രജിസ്ട്രാറെ ജില്ലാ ജഡ്ജി അറിയിച്ചു. പോലീസ് ഇതുവരെ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ജില്ലാ ജഡ്ജിയുടെ വിശദീകരണത്തിലുള്ളത് എന്ന് വ്യക്തം. മാധ്യമപ്രവർത്തകരെ തടയുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജില്ലാ ജഡ്ജി നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ കോടതിയിലെ മാധ്യമബന്ധ സമിതി യോഗം ചേർന്നാണ് ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ജഡ്ജിമാരുടെ ചേംബറിലും സ്റ്റെനോ പൂളിലും പ്രവേശനം അനുവദിക്കുന്നത് സംബന്ധിച്ച് അതാത് ജഡ്ജിമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. എന്നാൽ അഭിഭാഷകർ ബലമായി അടച്ചുപൂട്ടിയ മീഡിയ റൂം തുറക്കുന്നത് സംബന്ധിച്ച് രജിസ്ട്രാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പരാമർശമില്ല. KM മാണിയെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി മാണിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. മാണി UDFന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ തർക്കങ്ങൾ തീർന്നിട്ടില്ലെന്നും ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷം കാത്തിരുന്നു കാണാമെന്നും മാണി പ്രതികരിച്ചു. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ തുടക്കം മുതലുള്ള നേതാവാണ് മാണി സാറ്. അപ്പം UDFന്റെ അവിഭാജ്യ ഘടകമാണ് മാണി സാറ്. മനസ്സാറില്ലാത്ത UDFനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. ഞങ്ങൾക്ക് UDFുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കോൺഗ്രസുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അത് ഞങ്ങൾ ചലക്കുന്ന ചർച്ച ചെയ്യും. 2 ദിവസം നീണ്ടുനിൽക്കുന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. കൊൽക്കത്ത പ്ലീനം കൈക്കൊണ്ട തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും CBI അന്വേഷണം ഇതിന്റെ ഭാഗമാണെന്നും KCA പ്രസിഡന്റ് TC മാത്യു. ഫണ്ട് തിരിമറിയും ഗുരുതരമായ ക്രമക്കേടുകളും ഉണ്ടെന്ന പരാതിയിൽ CBI KCAക്കെതിരെ നടത്തുന്ന അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന പരാതിയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ CBI അന്വേഷണം നടത്തുന്നത്. വ്യക്തമായ എസ്റ്റിമേറ്റ് ഇല്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും പണം ചെലവഴിച്ചുവെന്നും ഇടക്കൊച്ചി സ്റ്റേഡിയം അടക്കമുള്ളവയുടെ ഭൂമി ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുമാണ് KCA ഭാരവാഹികൾക്കെതിരായ പരാതി. എന്നാൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നാണ്
KCA പ്രസിഡന്റ് TC മാത്യുവിന്റെ പ്രതികരണം. KCAയും KCAയുടെ വികസന പ്രവർത്തനങ്ങളെയും KCAയുടെ ഭാരവാഹികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിനു മുമ്പ് പല രംഗത്തും വിജിലൻസിലൂടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ട് നിരവധി കേസുകൾ നൽകി ഇവിടെ എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ലോധ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള കോളിളക്കം BCCIയിലുണ്ട്. അതിൻ്റെ കൂടത്തിൽ ഒരു CBI എന്നുള്ള പേരിലൂടെ എന്തെങ്കിലും വിവാദം കേരളത്തിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കാരണം വ്യക്തമാക്കിയാൽ മുഴുവൻ രേഖകളും കൈമാറുമെന്നും മാത്യു പറഞ്ഞു. എല്ലാ ഡോക്യുമെന്റ്സും അവർക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് അന്വേഷണവും നേരിടാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. KCA ഭാരവാഹികൾക്കെതിരെ ആദ്യമായാണ് CBI അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചില്ലറ വിൽപ്പന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ബിസ്മി ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ രണ്ടാമത്തെ ഹൈപ്പർമാർട്ട് വൈറ്റിലിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴം, പച്ചക്കറികൾ, ബേക്കറി, സ്റ്റേഷനറി എന്നിവയ്ക്ക് പുറമെ സ്മോൾ അപ്ലയൻസസ്, ഫുഡ് കോർട്ട് തുടങ്ങി അവശ്യ സാധനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ബിസ്മിയിൽ ലഭിക്കുമെന്ന് MD VA അജ്മൽ അറിയിച്ചു. കാണാതായ വ്യോമസേനാ വിമാനം കണ്ടുപിടിക്കാൻ സർക്കാർ അമേരിക്കയുടെ സഹായം തേടുന്നു. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ രാജ്യസഭയെ അറിയിച്ചതാണ് ഇക്കാര്യം. വിമാനം കാണാതായതിൽ അട്ടിമറിയുണ്ടെന്ന് കരുതുന്നില്ലെന്നും മന്ത്രിസഭയിൽ അദ്ദേഹം വ്യക്തമാക്കി. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ US ഇന്ത്യയ്ക്ക് കൈമാറി. ദേശീയ അന്വേഷണ ഏജൻസികൾക്കാണ് വിവരങ്ങൾ കൈമാറിയത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള നാസിർ ഹുസൈൻ, അബൂബക്കർ, ഉമർ ഫറൂഖ് എന്നിവരുമായി ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ കാഷിഫ് നടത്തിയ ഇന്റർനെറ്റ് സംഭാഷണങ്ങളുടെ വിവരങ്ങളാണ് കൈമാറിയത്. ഇതോടെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ വാദത്തിന് കൂടുതൽ കരുത്തേകും.